ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത്തവണ കണ്ടസ്റ്റൻസ് അതായത് വൈൽഡ് കാർഡുകൾ വന്ന സമയത്ത് ബിഗ് ബോസ് ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന്. നമ്മൾ ഇതുവരെ ആ വിഷയം സംസാരിച്ചില്ല അല്ലേ? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പുറത്തെ കാര്യങ്ങൾ ആരാണ് അകത്ത് വന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞത് മസ്താനിയാണ് അല്ലേ? മസ്താനിയാണ് തുടങ്ങിയത്. സപ്പോർട്ട് ചെയ്ത് ജിഷിനുണ്ട്, ജിഷിനും അതിൽ പങ്കാളിയാണ്. അതുപോലെ തന്നെ അതിനകത്ത് പ്രവീണിനും പങ്കൊക്കെ ഉണ്ട്. ലക്ഷ്മിയും അവിടെ ഇവിടെയും തൊടാതെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ മസ്താനിയാണ്. പ്രത്യേകിച്ച് റെന ഫാത്തിമയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, നീ പുറത്തിറങ്ങുമ്പോൾ നിന്നെ വീട്ടിൽ കയറ്റാൻ ചാൻസ് ഇല്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ റെന ഫാത്തിമയെ. ആ കുട്ടി കമ്മിറ്റഡ് ആണ്, ആ കുട്ടിക്ക് പുറത്തൊരു ജീവിതമുണ്ട്. നമ്മൾ ഗെയിമിന്റെ പേരിൽ റെന ഫാത്തിമ ഇറിറ്റേറ്റിംഗ് ആണ്, ചോറിയാണ്, കാണുമ്പോൾ പ്രാന്ത് പിടിക്കും, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് റെനയുടെ അവിടുത്തെ ഗെയിമിനെയാണ്. ആ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ലൈഫിനെ പോലും ബാധിക്കുന്ന തരത്തിൽ വളരെ മോശമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇന്നലെ മസ്താനി പറഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ മര്യാദയ്ക്ക് ഒരു സൈഡിൽ കൂടി പോയിക്കൊണ്ടിരുന്ന അനുമോളെ തിരികെ വിട്ടതിൽ അല്ലെങ്കിൽ അനുമോളെ ട്വിസ്റ്റ് ചെയ്യിപ്പിച്ചതിൽ മസ്താനിയുടെ പങ്ക് വളരെ വളരെ വലുതാണ്. ഇതിനും പുറമെ മസ്താനി ശൈത്യ പുറകിൽ നിന്ന് കുത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പോയിട്ട് നമ്മുടെ അനുമോൾ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് നഗ്നമായ ബിഗ് ബോസിന്റെ നിയമങ്ങളുടെ ലംഘനമാണ് മസ്താനി നടത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മസ്താനിക്ക് പണി കിട്ടാൻ ചാൻസ് കാണുന്നുണ്ട്. കൂടെ ജിഷനും പണിയൊക്കെ കിട്ടാൻ ചാൻസ് കാണുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.